ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് iPhone 15 ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് iPhone 15ന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആദ്യം ബോക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ബോക്സാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ആപ്പിളിൻ്റെ ഫോണുകളിൽ ഇപ്പോൾ ചാർജറും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ചെറിയ ബോക്സാണ്. അപ്പം ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. ഫോണിൻ്റെ താഴെയായിട്ട് നമുക്ക് ചാർജറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാർജറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൈഡഡ് കേബിൾസ് ആണ് ഇതിൽ വരുന്നത്. അത് നല്ലൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ സിം ഇജക്ടർ ടൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ട് ബോക്സിലൊന്നും ഇല്ല. ചാർജറിൻ്റെ അഡാപ്റ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അപ്പോൾ ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇപ്പോൾ അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമല്ല, മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരാം. ആദ്യം നമ്മൾ പോർട്സും ബട്ടൺസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാര്യമായിട്ട് ഒന്നും വരുന്നില്ല. പിന്നെ സൈഡിലായിട്ട് റിംഗ് സൈലൻറ്റ് ബട്ടൺ വരുന്നുണ്ട്. ഇപ്പം iPhone 15 Pro സീരീസിലൊക്കെ ഒരു ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 15ലോട്ട് വരുമ്പം ആക്ഷൻ ബട്ടൺ വരുന്നില്ല. ഈ ഒരു സൈലൻ്റ് ആക്കാനുള്ള അതുപോലെ തന്നെ റിംഗ് ചെയ്യാനുള്ള ആ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം പഴയ ഫോണിലുള്ളതുപോലത്തെ ബട്ടൺസൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പം അവിടെ ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. പ്രോ സീരീസും നോർമൽ വെർഷനുമായിട്ട് ഇങ്ങനൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇവിടെ വോളിയം ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എടുത്തു വരേണ്ട വ്യത്യാസം എന്ന് പറയുന്നത് Type-C ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവർ ഇത് എടുത്തു വരേണ്ട ഒരു ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എടുത്തു വരേണ്ട ഫീച്ചറൊന്നുമില്ല. Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ സെപ്പറേറ്റ് എടുത്തു വരേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ 15ൽ Type-C ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് USB 2 ആണ്. ഇപ്പം 15 Pro സീരീസിലോട്ട് വരുമ്പം USB 3യും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക, USB 2 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുള്ളൂ. ഇനി ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പവർ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതാണ് പറയേണ്ട കാര്യങ്ങൾ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ കാര്യത്തിലാണ്. ഇപ്പം 14ഉം 14 Pro ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു വലിയ നോച്ചും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം 14 Proയിലും Pro Maxലും മാത്രമാണ് ഇതുപോലുള്ള ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വന്നിട്ടുള്ളത്. ഇപ്പം 15ലെത്തിയപ്പം ആ ഒരു ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ നോർമൽ 15, 15+ എന്നീ ഫോണുകളിലും വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഒരു ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് താഴെയൊക്കെ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പലർക്കും iPhone എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്ന് തോന്നിപ്പിക്കണം, അത്രയൊക്കെ പല ആൾക്കാർക്കും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണെന്ന് തോന്നിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു iPhone 15 നോക്കാം. ഇപ്പം 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഡൈനാമിക് ഐലൻഡ് കിട്ടുന്നുണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ 14 Pro ഒക്കെ 1,00,000 മുകളിൽ വരുന്ന ഫോണായിരുന്നു. അപ്പം ഈ ഒരു ഫ്രണ്ട് കാണുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone ആണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് അത്യാവശ്യം നല്ല കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബെസൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ ബെസൽസ് ആണ്. അതിൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട്, HDRൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ നല്ല പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പേർഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുക, അതില്ലാതെ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം പല ആൻഡ്രോയിഡ് ഫോൺസും പോലെയല്ല, iPhone ഇപ്പോൾ ഒറിജിനൽ പാർട്സ് വെച്ചിട്ട് തന്നെ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഫോൺ മേടിച്ച ഉടനെ തന്നെ ടാമ്പേർഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുക. സെറാമിക് ഷീൽഡ് എന്നുള്ളത് നല്ലൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി സേഫ് ആയിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഫോണിൻ്റെ കേസും ഇട്ട് വെക്കുക. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. ഇപ്പം പ്രോ വെർഷൻസിൽ മാത്രമാണ് ടൈറ്റാനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ മുമ്പത്തെ വെർഷൻസിലെ പോലെ തന്നെ അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത്. ബാക്ക് കേസും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഗ്ലാസ് ബാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 171 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. വെയിറ്റ് അത്യാവശ്യം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ മുമ്പത്തെ ഐഫോൺസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ തിക്നെസ് 7.8 mm ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊക്കെ 120 Hz റിഫ്രഷ് റേറ്റ് മിനിമം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഐഫോൺ ഇപ്പോഴും 60 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുള്ളൂ. അവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ 120 Hz റിഫ്രഷ് റേറ്റ് കൊടുക്കായിരുന്നു, എന്തായാലും വരുന്നില്ല. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നോർമൽ യൂസിനാണെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസും തോന്നിയിട്ടില്ല, ഭയങ്കര സ്ലോ ആണ് എന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ അത്ര ഒരു സ്മൂത്ത്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം പല ആൾക്കാരും ഇത് ഭയങ്കര സ്മൂത്താണ് എന്നൊക്കെ പറഞ്ഞേക്കാം,
പക്ഷേ എനിക്കിത് അത്ര സ്മൂത്തായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഉള്ള ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അത്ര സ്മൂത്ത്നെസ് ഇതിലെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം അതെനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെ കൊടുക്കായിരുന്നു. പിന്നെ IP60 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ വെള്ളത്തിലൊക്കെ ഇടാം. പക്ഷേ നല്ല വില കൊടുത്തിട്ട് മേടിക്കുന്ന ഫോണാണ്. വെള്ളത്തിലൊന്നും ഇടാതിരിക്കുക, അതായിരിക്കും ബെറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം വാട്ടർ ഡാമേജ് ആണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആപ്പിൾ ഫ്രീ ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്ത് തന്നോളണം എന്നില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എങ്ങാനും വെള്ളത്തിലൊക്കെ വീണ് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും അത്ര പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. അത്ര ഇതിൽ കണ്ടാൽ മതി, അല്ലാതെ വെറുതെ കൊണ്ടുപോയി വെള്ളത്തിലൊന്നും ഇടാതെ ഇരിക്കുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ A16 bionic ചിപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ iPhone 14 Pro സീരീസിൽ വന്നിട്ടുള്ള പ്രോസസ്സറാണ്. നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രോസസ്സർ. ഇപ്പോൾ ഗെയിമിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. എന്തായാലും ഇത് അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. 80,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോണാണ്. അത് തന്നെ 15,000 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ iPhone 14 Pro സീരീസിലും ഇതേ ക്യാമറ സെൻസേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 15 വരുമ്പം ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആ ഒരു ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം iPhone 14 Proക്കൊക്കെ പകരം ഈ ഒരു 15 എന്നുള്ള ഫോൺ എടുക്കാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പലരും ഐഫോൺ എടുക്കുന്നത് ഒരു സ്റ്റാറ്റസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് 2 ക്യാമറ സെൻസർ മാത്രം കാണുന്നത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല. ഇപ്പോൾ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസർ തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iPhone 14 Pro എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷനാണ്. കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഐഫോൺ കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുമാണ്. പിന്നെ 14 Proയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം. കൂടുതൽ പൈസ കൊടുക്കുന്നതിന് ആ 2 ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതല്ല കുറച്ചും കൂടി പൈസ ഒക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 15 എന്നുള്ള സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ വീഡിയോ സാമ്പിളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. ഇത് ജസ്റ്റ് അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നോർമൽ ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിൽ വരുമ്പോൾ ചില സമയത്ത് ആ ഒരു എഡ്ജും കാര്യങ്ങളൊന്നും അത്ര നല്ല രീതിയിൽ ഡിറ്റക്റ്റ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നാച്ചുറൽ ലൈറ്റ് എന്ന് മാറിയിട്ട് ഇൻഡോർ കണ്ടീഷൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല റിസൾട്ട്സ് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോ ലൈറ്റ് കണ്ടീഷൻസിലും അത്യാവശ്യം തിരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ പെർഫോം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരുമ്പം സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഒരു റെഡിഷ് ടിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു വീഡിയോ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെക്കുന്നുണ്ട്. ഇതിപ്പം iPhone 15 റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം ഇപ്പോൾ ഇതിൽ നോക്കുമ്പം എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആകാശം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ആകാശമൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ കാണാം. കംപ്ലീറ്റ് അങ്ങോട്ട് ബ്ലോൺ ഔട്ടായിട്ടൊന്നും പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി സ്റ്റെബിലൈസേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സ്പീഡിൽ നടന്നു നോക്കുകയാണ്. ഇപ്പം ഇതിൽ നോക്കുമ്പം എനിക്ക് ഇത് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഫുട്ടേജസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുറത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഐഫോൺ എത്ര എംഎച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാറില്ല. പക്ഷേ വേറെ റിപ്പോർട്ട്സ് അത് കഴിഞ്ഞിട്ട് വരാറുണ്ട്. ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫോണിൽ 3349 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത് എന്നാണ്. അപ്പം ബാറ്ററി കപ്പാസിറ്റി നമ്മൾ കേൾക്കുമ്പം അത്ര വലിയ ബാറ്ററി കപ്പാസിറ്റിയാണ് എന്നൊന്നും തോന്നില്ല.
എന്നാലും കഴിഞ്ഞ കൊല്ലത്തെ ഐഫോൺ 14നേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയാണ്. തിരക്കില്ലാത്ത ബാറ്ററി കപ്പാസിറ്റി കിട്ടുമെന്നുള്ള ആരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഫൈനൽ റിവ്യൂവിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പിന്നെ ബോക്സിൽ ചാർജറില്ല, സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. 20 വാട്ടിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ 15 വാട്ടിൻ്റെ മാക്സേഫ് ചാർജിങ്ങും അതുപോലെ തന്നെ 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ആപ്പിൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ 26 മണിക്കൂറിൻ്റെ വീഡിയോ പ്ലേ ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും എന്നാണ്. എന്തായാലും ബാറ്ററിയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിവ്യൂവിൽ പറയുന്നതായിരിക്കും. അപ്പം ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. ക്യാമറയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല സാമ്പിൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തത് കുറച്ച് നിരാശപ്പെടുത്തി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അവർ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കായിരുന്നു. അപ്പം അതാണ് എനിക്ക് ഇനീഷ്യലി പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും റിവ്യൂവിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഫോൺ എടുക്കുമ്പം ഓൺലൈൻ ഒന്ന് ചെക്ക് ചെയ്യുക. കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഓൺലൈനിൽ നിന്ന് എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ പുറത്ത് ഷോപ്പുകളിലൊക്കെ പോയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം കാർഡ് ഓഫേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചപ്പം വില വന്നിട്ടുള്ളത് 80,000 പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് ചാർജറും കാര്യങ്ങളൊക്കെ അവർ തന്നു. അതിന് എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ 2000 രൂപയുടെ ചാർജറാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊന്നും അവൈൽ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡീൽ ഈ ഫോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ റിവ്യൂവിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.